അതെ, ഈ ജാവാസ്ക്രിപ്റ്റില് ടൈപ്പ് ഓഫ് നൾ ഈസ് ആൻ ഒബ്ജക്റ്റ്. ഡു യു നോ വൈ? ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട്. നിങ്ങൾ ടൈപ്പ് ഓഫ് നൾ എന്ന് ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എന്നാണ് കിട്ടുക. ആക്ച്വലി നൾ ഒരു ഒബ്ജക്റ്റ് അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റ് എന്ന് വരുന്നത്? ഇത് JSൽ വന്ന ഒരു ബഗ്ഗാണ്. JS ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ മെമ്മറി റെപ്രസെൻറ്റേഷനിൽ പറ്റിയ ഒരു മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് എന്ന് പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പം പഴയ JSൽ മെമ്മറി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. ഫസ്റ്റ് ഒരു ടൈപ്പ് ടാഗ് കൊടുക്കും, പിന്നെ ആക്ച്വൽ വാല്യൂ കൊടുക്കും. അതായത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ആ വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട് എൻ്റെ പേര് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ടൈപ്പ് ടാഗ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങും വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരും ആയിരിക്കും. അതാണ് ടൈപ്പ് ടാഗും ആക്ച്വൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ടാഗിൻ്റെ മാപ്പിംഗ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒബ്ജക്റ്റ് ആണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 0 ആയിരിക്കും ടൈപ്പ് ടാഗ്. ഇൻറ്റിജർ ആണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 1 ആയിരിക്കും ടൈപ്പ് ടാഗ്. അങ്ങനെ പോകും. അപ്പോൾ 2, 3, 4 സ്ട്രിങ് വരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ലെറ്റ് OBJ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് OBJ എന്ന വേരിയബിളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ മെമ്മറി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 0, 1, 2, 3. ഈ 1, 2, 3 എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ മെമ്മറി അഡ്രസ് ആണ്, റെഫറൻസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 0 എന്താണ്? ഒബ്ജക്റ്റിൻ്റെ ടാഗ് ടൈപ്പാണ്, അതാണ് 0. ഓക്കെ. ഇനി നിങ്ങൾ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എന്ന് കിട്ടും. അത് എക്സ്പെക്റ്റഡ് ആണ്, കാരണം OBJ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഇനിയിപ്പം നമ്മളുടെ ഒബ്ജക്റ്റ് ഈക്വൽ ടു നള്ള് ആണ് എങ്കിൽ, നള്ള് എന്ന് പറഞ്ഞാൽ നത്തിങ്. ഇറ്റ് വിൽ ബി പോയിന്റിങ് ടു നത്തിങ്. അതാണ് നള്ള് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ മെമ്മറി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടാഗ് ടൈപ്പും 0 ആയിരിക്കും. അതേപോലെ ഒരു മെമ്മറിയിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ വാല്യൂ 0 ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്പേഴ്സ് ഇതിനെ ചെയ്തുകൊണ്ടിരുന്നത് ഇനീഷ്യലി. അന്നേരം നമ്മൾ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. കാരണം ഇവിടെ ടാഗ് ടൈപ്പ് 0 ആണ്. അപ്പോൾ ടാഗ് ടൈപ്പിൻ്റെ മാപ്പിംഗ് നമ്മൾ മേളിൽ നോക്കുമ്പോൾ 0 ആണെങ്കിൽ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യണമെന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ നള്ള് നമ്മൾ ടൈപ്പ് ഓഫ് നള്ള് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.